ഇപ്പോൾ ആലപ്പുഴ SP മാധ്യമങ്ങളോട് സംസാരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. 200 മീറ്റർ സാധാരണ ആക്സിഡന്റ് ആരും അറ്റൻഡ് ചെയ്യില്ലെന്നാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. വിഷയം മറ്റേ ഒന്നുമല്ല. ഇതിൽ ഒന്ന് ഒരു ആക്സിഡന്റ് അങ്ങനത്തെ ഒരു ഹോട്ട്സ്പോട്ട് ഒന്നല്ലല്ലോ. ആ സ്പോട്ടല്ല പോലീസ് ഹോട്ട്സ്പോട്ടിൽ ഏരിയ നല്ലത്. അത്ര ആക്സിഡൻസ് വന്നിട്ട് ഏരിയല്ല. ഇതും ആക്ച്വലി ബൈക്ക് വെച്ച് കൊലീഷൻ ഇല്ല. ബൈക്കിന് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ട സമയത്ത് ഡിവൈഡറിലായിട്ട് ഇല്ല. ഇതുപോലത്തെ ഒന്നും ഇല്ല. ആൻറ്റിസിഡൻസ് ഒന്നും കണ്ടില്ല. മെഡിക്കൽ ഒരു ഗൈനക്കോളജിസ്റ്റ് വെച്ചാണ് ചെക്ക് ചെയ്യുക. പക്ഷെ അത് നേച്ചർ ഓഫ് ഒഫൻസാണ്. പെനട്രേറ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഗൈനക്കോളജിസ്റ്റൊക്കെ ചെയ്യുന്നത്. ഇതിലെ അലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്റേജിങ് മോഡസ്റ്റി ആണ്. അപ്പോൾ അതിൽ എന്നിട്ടും അടുത്ത ദിവസം നമ്മൾ ഡോക്ടർക്ക് വേണ്ടി റെഫർ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ കണ്ടിന്യൂഷൻ എന്തെങ്കിലും നടക്കാതെ പോയി എന്നാണ് എനിക്കത്. ആ ഫസ്റ്റ് ഡേ പരിശോധിച്ചു ചെക്ക് ചെയ്യാം. അല്ല ശരിക്കും ആ ഇത് മെഡിക്കൽ എൻഷുർ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ടീം എൻഷുർ ചെയ്യണം. കാരണം കളക്ഷൻ ഓഫ് എവിഡൻസ് അല്ലേ. പക്ഷേ ഇതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഗേഷൻ അതാണല്ലോ. ആ ഒരു അലിഗേഷന് പൊതുവേ ഒരു മെഡിക്കൽ എവിഡൻസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം അലിഗേഷൻ എന്താണ് 354 ഔട്ട്റേജിങ് മോഡസ്റ്റിയാണ്. മറ്റേ രീതിയിലുള്ള ഒരു പെനട്രേറ്റീവ് ഇഷ്യൂസ് അങ്ങനത്തെ ഒരു ഒഫൻസ് അല്ലല്ലോ. അത് ഡോക്ടർ ആലപ്പുഴയിലെ ഈ പറയുന്ന വാഹനാപകടത്തിന് ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു വന്ന യുവതിയുടെ പരാതിയെ പറ്റിയുള്ള പോലീസ് വീഴ്ചയുടെ ആരോപണമുണ്ട്. അതിലാണ് പോലീസ് മേധാവിയുടെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.